അറിവില്ലാത്ത വിഷയങ്ങൾ സഭയിൽ വന്ന് പറയരുത്. രാജീവ് ചന്ദ്രശേഖരനെ ഒതുക്കി മൂലക്കിരുത്തി മുൻനിരയിൽ വന്നിരിക്കുന്ന BJP MLA വി മുരളീധരൻ 2 ദിവസമായിട്ട് ആളാവാൻ നോക്കുന്നു. പക്ഷേ ഇന്നത്തെ ശ്രമം ചീറ്റിപ്പോയി. അത് പൊളിച്ച് മന്ത്രി കെ മുരളീധരൻ കയ്യിൽ കൊടുത്തുവെന്നും പറഞ്ഞാൽ മതിയല്ലോ. ശബരിമല വിഷയം എടുത്തിട്ട് ആളാവാൻ നോക്കിയ വി മുരളീധരന്റെ നെറുകം തലയ്ക്ക് മന്ത്രി കൊടുത്തുവെന്ന് തന്നെ പറയണം. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വൈഷ്ണോദേവി ക്ഷേത്ര മാതൃകയിൽ നിലയ്ക്കലിനെ ഒരു പ്രധാന ബസ് സ്റ്റോപ്പ് സ്റ്റേഷനാക്കി മാറ്റണമെന്നായിരുന്നു വി മുരളീധരൻ സഭയിൽ പറഞ്ഞത്. സന്നിധാനത്തിലെ പരിമിതമായ സൗകര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ താഴെത്തട്ടിൽ കൂടുതൽ വികസനം നടപ്പിലാക്കുന്നത് പ്രായോഗികമാകണമെന്നായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. മുരളീധരന്റെ ഈ അവകാശവാദങ്ങൾ കേട്ട ഉടൻ തന്നെ ആരോഗ്യ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ ചാടി എഴുന്നേറ്റ് മറുപടിയും നൽകി. ശക്തമായ ഭാഷയിലാണ് മന്ത്രി മറുപടി നൽകിയത്. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ ദയവായി സഭയിൽ വന്ന് പറയരുത് എന്ന മട്ടിലായിരുന്നു സഭയിൽ അദ്ദേഹം മറുപടി നൽകിയത്. അത് കേട്ടതോടുകൂടി മുരളീധരന്റെ സകല കാറ്റും പോയി എന്നും പറയാം. ശബരിമലയുമായി ബന്ധപ്പെട്ട പല തീരുമാനങ്ങളും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് എടുക്കുന്നത് എന്നും നിലവിൽ കോടതിയുടെ ശക്തമായ ഇടപെടലുകൾ സർക്കാർ തീരുമാനങ്ങളെ പലപ്പോഴും സ്വാധീനിക്കാറുണ്ടെന്നും മന്ത്രി അക്കമിട്ട് നിരത്തി. ഒരു ബസ് സ്റ്റേഷൻ പെട്ടെന്നങ്ങ് പ്രഖ്യാപിക്കാൻ ഇത് വെറുതെ BJPയുടെ പാർട്ടി ഓഫീസല്ല, കോടതിയുടെയും നിയമത്തിന്റെയും പരിധിക്കുള്ളിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണെന്ന് മന്ത്രി പറയാതെ സഭയിൽ പറഞ്ഞു ഓർമ്മിപ്പിച്ചപ്പോൾ വി മുരളീധരന് മറുപടിയില്ലാതിരുന്നു. അറിവില്ലായ്മ വിളമ്പിയ വി മുരളീധരനെ അടിച്ചിരുത്തിയതിനൊപ്പം തന്നെ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ നടക്കുന്നത് എന്നും മന്ത്രി സഭയെ ബോധ്യപ്പെടുത്തി. കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ പോലും ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി നിലയ്ക്കൽ മുതലുള്ള വികസന പദ്ധതികൾ മാസ്റ്റർ പ്ലാനിൽ കൃത്യമായി ഉൾപ്പെടുത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകി. BJPക്കാർ വിചാരിക്കുന്നത് പോലെ നിലയ്ക്കലിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുകയല്ല, മറിച്ച് സന്നിധാനം വരെയുള്ള സൗകര്യങ്ങൾ വിപുലമായ രീതിയിൽ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതോടെ BJPയുടെ ശബരിമല കാർഡും വി മുരളീധരനെ വലിയ വാചകമടിയും സഭയിൽ അമ്പേ പൊളിഞ്ഞു. പഠിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും സഭയിൽ വന്ന ആളാവാൻ നോക്കിയാൽ ദേ ഇതുപോലെ ഇരിക്കും. സഭയിൽ നടന്ന ആ രംഗങ്ങൾ കൂടി ചേർക്കുന്നുണ്ട്, കാണാം. മാസ്റ്റർ പ്ലാൻ ഏറെക്കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തവണത്തെ ബജറ്റിൽ ശബരിമലയെ തിരുപ്പതി മാതൃകയിൽ വികസിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സന്നിധാനത്തിലെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ ഡെവലപ്മെന്റിനും ചില പരിമിതികളുണ്ട്, ഒരു പരിധിയിൽ കൂടുതൽ സാധ്യമല്ല. അതേസമയത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വൈഷ്ണോദേവി പോലെയുള്ള തീർത്ഥാടന ക്ഷേത്രങ്ങളുണ്ട്. അവിടെ വൈഷ്ണോദേവിയിൽ ഇതേപോലത്തെയുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അവിടെ താഴെയുള്ള കാട്ടറയിലാണ് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത്. ഈ മാതൃകയിൽ നമ്മുടെ നിലയ്ക്കലിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു ബേസ് സ്റ്റേഷൻ എന്നുള്ള നിലയിൽ നിലയ്ക്കൽ വികസിപ്പിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാനും സർക്കാരിനും ദേവസ്വം ബോർഡിനും സാധിക്കും. അത്തരത്തിലുള്ള ആലോചനകൾ മാസ്റ്റർ പ്ലാന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ആലോചന നടക്കുന്നുണ്ടോ? യെസ് മിനിസ്റ്റർ. സന്നിധാനം വരെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷേ ബഹുമാനപ്പെട്ട അംഗം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശബരിമലയുടെ കാര്യത്തിൽ എല്ലായ്പ്പോഴും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും സർക്കാർ തീരുമാനങ്ങൾക്കും ദേവസ്വം ബോർഡ് തീരുമാനങ്ങൾക്കും എതിരായിട്ടാണ് പലപ്പോഴും വരുന്നത്. ഇപ്പോൾ ശബരിമലയിൽ എങ്ങനെ തൊഴുകണം എന്നുള്ള ഡയറക്ഷൻ പോലും ഹൈക്കോടതിയിൽ നിന്നാണ് വരുന്നത്. അത് ഒരു കോടതിയോട് ബഹുമാനമുള്ളതുകൊണ്ട് നമ്മൾ പ്രതികരിക്കുന്നില്ല എങ്കിലും ദേവസ്വം ബോർഡുകൾക്കോ സർക്കാരിനോ അല്ല ഇപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ തീരുമാനം, എല്ലാം കോടതി മുഖാന്തരമാണ്. അതാണ് ഇപ്പോൾ ശബരിമലയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. എങ്കിലും ഭക്തജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ഈ മാസ്റ്റർ പ്ലാനിൽ നിലയ്ക്കൽ മുതൽക്കുള്ള സംവിധാനം ഞങ്ങളുണ്ടാക്കും.